ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ആത്മസ്വരൂപരെ, ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം അഹങ്കാരത്തെ ഉപേക്ഷിക്കാം. അധിഷ്ഠാനം അല്ലെങ്കിൽ ശരീരം, ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വ്യാപാരം, പ്രകൃതി ശക്തികൾ, ഇവ അഞ്ചും കർമ്മസിദ്ധിയുടെ കാരണം. ഏത് കർമ്മവും സാധിക്കുന്നതിന് ഈ അഞ്ച് കാരണവും കൂടിയേ തീരൂ. പ്രിയരെ, നാം ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഫലപ്രാപ്തി പ്രാപിക്കണമെങ്കിൽ മുകളിൽ പറഞ്ഞ അഞ്ച് ഘടകങ്ങളും അത്യാവശ്യമാണ്. അധിഷ്ഠാനം എന്നത് ശരീരമാണ്. ശരീരമില്ലെങ്കിൽ കർമ്മം ചെയ്യാൻ കഴിയുമോ? ഇല്ല. നാം ഉറങ്ങുമ്പോഴും ശരീരമുണ്ട്, എന്നാൽ കർമ്മം ചെയ്യുന്നില്ലല്ലോ. ഇത് ഞാൻ ചെയ്യേണ്ട ജോലിയാണ്, അത് ഞാൻ ചെയ്യും എന്ന് നമ്മുടെ ബോധം പ്രവർത്തിക്കുമ്പോഴാണ് ജോലി ചെയ്യുവാനുള്ള പ്രേരണയുണ്ടാവുന്നത്. പ്രേരണ മാത്രം പോരാ, അതിനുള്ള കാരണങ്ങളും വേണം. ഒരു ചിത്രകാരന് തൂലിക ഉപയോഗിക്കുവാൻ വിരുതുള്ള കൈ കാരണമാണ്. വീണ വായിക്കുന്ന ഒരാളിന് വേഗത്തിലും കൃത്യതയിലും ചലിപ്പിക്കാവുന്ന വിരലുകളില്ലെങ്കിൽ വീണ വായിക്കാൻ സാധ്യമല്ല. ഇവയെല്ലാം നമ്മൾ എത്ര നന്നായി പ്രയോജനപ്പെടുത്തിയാലും പ്രകൃതി എന്ന അതീത ശക്തിയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കർമ്മം സാർത്ഥകമായി തീരുകയുള്ളൂ. മാത്രവുമല്ല, ആ കർമ്മം സന്ദർഭത്തിനിണങ്ങുന്നതുമായി ഇരിക്കണം. എത്ര മഹത്തായ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ ചെയ്തു എന്ന് അഹങ്കരിക്കാൻ പാടില്ല എന്നാണ് ഗീത പഠിപ്പിക്കുന്നത്. ജോലി വിജയിക്കണമെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത എത്രയോ ഘടകങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തെ ഉപേക്ഷിച്ച് ഈശ്വരാർപ്പിത കർമ്മം ചെയ്യുക. അഹങ്കാരത്തിന്റെ അനന്തരഫലം അധപ്പതനവും ദുഃഖവുമാണ്. ലോകത്ത് ആരൊക്കെയാണോ അമിതമായി അഹങ്കരിച്ചിട്ടുള്ളത് അവർക്കൊക്കെ പിൽക്കാലത്ത് അധപ്പതനവും അതിനോട് ചേർന്ന ദുഃഖവും ഉണ്ടായിട്ടുണ്ട്. അഹങ്കാരിയെ ജനങ്ങൾ വെറുക്കും, മറിച്ച് വിനയമുള്ളവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. അതിനാൽ വിനയമാണ്, അഹന്തയല്ല, നമ്മുടെ പ്രവൃത്തികളെ നയിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.